യോശുവയുടെ പുസ്തകം 11-ാം അധ്യായത്തിലെ ബൈബിൾ ക്വിസിലേക്ക് ഏവർക്കും സ്വാഗതം. ചോദ്യങ്ങളുടെ ഉത്തരങ്ങളോടൊപ്പം തന്നെ ബൈബിൾ റെഫറൻസ് കൂടി കൊടുക്കുന്നുണ്ട്. നിങ്ങളിത് പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ബൈബിൾ റെഫറൻസ് കൂടി നോക്കി വേണം പഠിക്കാൻ. ഇനി ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. യാബിൻ എവിടുത്തെ രാജാവായിരുന്നു? ഹാസോർ രാജാവായിരുന്നു. യോശുവയുടെ കാലത്തെ മാദോൻ രാജാവ് ആരായിരുന്നു? യോബാബ്. യോശുവ ഏതെല്ലാം ദേശങ്ങൾ വിജയിച്ചു എന്നാണ് ഹാസോർ രാജാവായ യാബീൻ കേട്ടത്? കാദേശ് ബർന്നേയ മുതൽ ഗസ വരെയും ഗിബയോൻ വരെയും ഗോശൻ ദേശമൊക്കെയും. മറ്റു രാജാക്കന്മാരെ ഒരുമിച്ച് കൂട്ടി യോശുവയോടും ജനത്തോടും യുദ്ധം ചെയ്ത രാജാക്കന്മാർ ആരെല്ലാം? അദോനി സേദേക്കും യാബീൻ. യോശുവയും ഇസ്രായേൽ മക്കളും രാജാക്കന്മാരെ തോൽപ്പിച്ച് ദേശമെല്ലാം പിടിച്ചടക്കുന്നത് കേട്ടപ്പോൾ മാദോൻ രാജാവായ യോബാബിനടുത്ത് ആളയച്ചത് ആരാണ്? ഹാസോർ രാജാവായ യാബീൻ. കനാന്യർ, അമോര്യർ, ഹിത്യർ, പെരിസ്യർ, യെബൂസ്യർ എന്നിവരോട് കൂടെ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ വന്ന ഹാസോർ രാജാവ് ആര്? യാബീൻ. ഹിവ്യർ എവിടെയാണ് താമസിച്ചിരുന്നത്? മിസ്പെ ദേശത്ത് ഹെർമോന്റെ അടിവാരത്ത്. യാബീൻ ഇസ്രായേലിനെതിരെ അണിനിരത്തിയ സൈന്യത്തിന്റെ ശക്തി എന്തായിരുന്നു? കടൽക്കരയിലെ മണൽ പോലെ അനവധി ജനവും എത്രയും വളരെ കുതിരകളും രഥങ്ങളും കൂടിയ സൈന്യവും. യാബീന്റെ നേതൃത്വത്തിൽ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാൻ അവർ പാളയമിറങ്ങിയത് എവിടെയായിരുന്നു? മോരോം തടാകത്തിനരികെ. യാബീന്റെ സൈനിക ശക്തിയെ എങ്ങനെ നശിപ്പിക്കുവാനാണ് യഹോവ യോശുവയോട് ആവശ്യപ്പെട്ടത്? കുതിരകളുടെ കുതിനരമ്പ് വെട്ടി രഥങ്ങൾ തീയിട്ട് ചുട്ടുകളയണം എന്നാണ് ആവശ്യപ്പെട്ടത്. യുദ്ധത്തിനായി മോരോം തടാകത്തിനരികെ എത്തിയവരുടെ കുതിരകളുടെ കുതിഞ്ഞരമ്പ് വെട്ടാൻ യോശുവയോട് പറഞ്ഞതാര്? യഹോവ. അവരെ പേടിക്കേണ്ട, ഞാൻ നാളെ ഈ നേരം അവരെയൊക്കെയും ഇസ്രായേലിന്റെ മുമ്പിൽ ചത്തുവീഴുമാറാക്കും. ആര് ആരോട് പറഞ്ഞു? യഹോവ യോശുവയോട്. യോശുവയും പടജനവും എവിടെ വെച്ചാണ് യാബീന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ ആക്രമിച്ചത്? മോരോം തടാകത്തിനരികെ. ഇസ്രായേൽ ജനം യാബീനെയും സൈന്യത്തെയും ഏത് മഹാൻ നഗരം വരെ ഓടിച്ചു? മഹാൻ നഗരമായ സീദോൻ വരെ. ഇസ്രായേൽ ജനം യാബീനെയും സൈന്യത്തെയും കിഴക്കോട്ട് എവിടെ വരെ ഓടിച്ചു? മിസ്പെ താഴ്വീതി വരെ. കനാന്യർ, അമോര്യർ, ഹിത്യർ, പെരിസ്യർ, യെബൂസ്യർ, ഹിവ്യർ എന്നീ വിജാതീയ രാജ്യങ്ങളുടെ മൂലസ്ഥാനമായിരുന്ന രാജ്യമേത്? ഹാസോർ. യാബീനെ പരാജയപ്പെടുത്തി യോശുവ പിടിച്ചെടുത്ത ഹാസോർ ദേശത്തെ മറ്റു രാജ്യങ്ങൾ എങ്ങനെയാണ് കണ്ടിരുന്നത്? രാജ്യങ്ങൾക്കൊക്കെയും മൂലസ്ഥാനമായ ദേശമായി. യോശുവ യാബീനെ എങ്ങനെയാണ് കൊന്നത്? വാൾ കൊണ്ട്. യോശുവ ഹാസോരിനെ എങ്ങനെയാണ് നശിപ്പിച്ചത്? തീ കൊടുത്ത് ചുട്ടുകളഞ്ഞു. എവിടെയുള്ള പട്ടണങ്ങളാണ് ഇസ്രായേലിയർ ചുട്ടുകളയാതിരുന്നത്? കുന്നുകളിലെ പട്ടണങ്ങൾ. ഇസ്രായേൽ ചുട്ടുകളഞ്ഞ വിജാതീയ രാജ്യങ്ങളുടെ മൂലസ്ഥാനമായിരുന്ന രാജ്യമേത്? ഹാസോർ. കുന്നുകളിലെ പട്ടണങ്ങളിലെ കൊള്ളയെയും കന്നുകാലികളെയും ഇസ്രായേൽ മക്കൾ എന്തു ചെയ്തു? ഇസ്രായേൽ മക്കൾ തങ്ങൾക്ക് തന്നെ എടുത്തു. ഇസ്രായേൽ മക്കൾ തങ്ങൾക്കായി എടുത്ത കൊള്ളയൊക്കെയും കന്നുകാലികളും ഏതു ദേശങ്ങളിൽ ഉൾപ്പെട്ടവയായിരുന്നു? കുന്നുകളിലെ പട്ടണങ്ങളിലെ. ലബാനോൻ താഴ്വര എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹെർമോൻ പർവ്വതത്തിന്റെ അടിവാരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലബാനോൻ താഴ്വരയിലെ ഏതുവരെയുള്ള ദേശമാണ് യോശുവ യുദ്ധം ചെയ്ത് പിടിച്ചത്? ബാൽഗാദ് വരെയുള്ള ദേശം. എവിടം മുതൽ എവിടെ വരെയുള്ള ദേശമാണ് യോശുവ പിടിച്ചത്? സെയീരിലേക്കുള്ള കയറ്റത്തിലെ മൊട്ടക്കുന്ന് തുടങ്ങി ഹെർമോൻ പർവ്വതത്തിന്റെ അടിവാരത്തുള്ള
ലബാനോൻ താഴ്വരയിലെ ബാൽഗാദ് വരെയുള്ള ദേശമാണ് യോശുവ പിടിച്ചത്. യുദ്ധം ചെയ്യാതെ ഒരു സഖ്യതയിൽ ഇസ്രായേലിന് ലഭിച്ച ദേശം ഏതായിരുന്നു? ഗിബയോൻ. ഹിവ്യർ ആരോടാണ് സഖ്യത ചെയ്തത്? ഇസ്രായേൽ മക്കളോടാണ് സഖ്യത ചെയ്തത്. കനാന്യർ, അമോര്യർ, ഹിത്യർ, പെരിസ്യർ, യെബൂസ്യർ, ഹിവ്യർ തുടങ്ങിയ വിജാതിയർ നെഞ്ചുറപ്പിച്ച് ഇസ്രായേലിനോട് യുദ്ധത്തിന് പുറപ്പെട്ടത് എന്തുകൊണ്ട്? യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവരെ നിർമൂലമാക്കുകയും കരുണ കൂടാതെ നശിപ്പിക്കുകയും ചെയ്യുവാൻ യഹോവ സംഗതി വരുത്തിയതിനാലാണ് യുദ്ധത്തിന് പുറപ്പെട്ടത്. ആരും ശേഷിക്കാതെ പൂർണ്ണമായും സംഹരിക്കപ്പെട്ടവർ ആരായിരുന്നു? ഇസ്രായേൽ മക്കളുടെ ദേശത്തെ അനാക്യർ. എവിടെയെല്ലാമുള്ള അനാക്യരെയാണ് യോശുവ സംഹരിച്ചത്? മലനാടായ ഹെബ്രോൻ, ദെബീർ, അനാബ്, യഹൂദ മലനാട്, ഇസ്രയേല്യ മലനാട് എന്നിവിടങ്ങളിലുള്ള അനാക്യരെയാണ് യോശുവ സംഹരിച്ചത്. മലനാടുകളിൽ നിന്നൊക്കെയും പട്ടണങ്ങളോടുകൂടെ അനാക്യരെ നിർമൂലമാക്കിയത് ആരാണ്? യോശുവ. എവിടെയെല്ലാമാണ് അനാക്യർ ശേഷിച്ചിരുന്നത്? ഗസയിലും ഗത്തിലും അസ്തോദിലുമാണ് അനാക്യർ ശേഷിച്ചിരുന്നത്. ദേശം മുഴുവനും പിടിച്ചെടുത്ത് ഇസ്രായേലിന് ഗോത്രവിഭാഗപ്രകാരം ഭാഗിച്ചു കൊടുത്തത് ആരാണ്? യോശുവ. യഹോവയുടെ വാഗ്ദാനം യോശുവ നിറവേറ്റി കനാൻ ദേശം കൈവശമാക്കിയെന്ന വിവരണം നൽകുന്ന വേദഭാഗം ഏതാണ്? യോശുവ 11 അധ്യായം 23 വാക്യം. യോശുവ ദേശത്തെ ഇസ്രായേലിന് എങ്ങനെയാണ് വിഭാഗിച്ചു കൊടുത്തത്? ഗോത്രവിഭാഗപ്രകാരമാണ് ഇസ്രായേലിന് യോശുവ ദേശത്തെ വിഭാഗിച്ചു കൊടുത്തത്. യഹോവ ആരോട് കൽപ്പിച്ചത് പ്രകാരമാണ് യോശുവ ദേശം മുഴുവനും പിടിച്ചത്? യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെയാണ് യോശുവ ദേശം മുഴുവനും പിടിച്ചത്. യോശുവയുടെ പുസ്തകം പഠിക്കാൻ ശ്രമിച്ച നിങ്ങളെ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയെക്കുറിച്ചുള്ള കമൻസ് അറിയിക്കാൻ മറക്കരുത്. പുതിയ വീഡിയോയുമായി അടുത്തതിൽ കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് ഗോഡ് ബ്ലസ് യു.